ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര കർമ്മങ്ങൾക്കുള്ള തീയതിയും സമയവുമെല്ലാം 2 വാർത്താക്കുറിപ്പുകളിലൂടെ വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. 2 വാർത്താക്കുറിപ്പുകളെന്ന് പറയുവാൻ കാരണം വത്തിക്കാൻ സമയം രാവിലെ ആദ്യം അറിയിച്ച വാർത്ത എന്ന് പറയുന്നത് നാളെ ബുധനാഴ്ച രാവിലെ 8:30 പാപ്പായുടെ ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്ന ഡോമോസ് സാങ്തെ മാർത്തയിൽ നിന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പ്രധാന കവാടത്തിലൂടെ പ്രവേശിച്ച് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ ഏവർക്കും ഭൗതിക ശരീരം കാണുവാനുള്ള അവസരം ഒരുക്കുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുക കമർലിംഗോ ആയിട്ടുള്ള കർദിനാൾ കെവിൻ ജോസഫ് ഫയറിലായിരിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് മൃതസംസ്കാര കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിശുദ്ധ ബലി നടത്തപ്പെടുക. മുഖ്യ കാർമ്മികനായിരിക്കുക 2020 ജനുവരി 18 പാപ്പ കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ ഡീനായി ഉയർത്തിയിരിക്കുന്ന ജോൺ ബാറ്റിസ്റ്റ റേ കർദിനാളാണ് മുഖ്യ കാർമ്മികനായിട്ട് വിശുദ്ധ ബലിക്ക് നേതൃത്വം കൊടുക്കുന്നത്. 8:30 പാത്രിയാർക്കിസ്മാരും കർദിനാൾമാരും സന്നിഹിതരായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും. വ്യക്തവും കൃത്യവുമായിട്ടുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ഹ്രസ്വമായ വാർത്താക്കുറിപ്പ് വത്തിക്കാൻ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. വിശുദ്ധ ബലിയെ തുടർന്ന് ഭൗതിക ശരീരം പരിശുദ്ധ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ 4 ബസിലിക്കയിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പാപ്പ എന്നും തൻ്റെ യാത്രകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുകയും തൻ്റെ യാത്രകൾക്ക് ശേഷം നന്ദി പറയുവാൻ കടന്നു വരികയും ചെയ്യുന്ന മേരി മെജോറെ ബസിലിക്കയിൽ പരിശുദ്ധ അമ്മയുടെ ബസിലിക്കയിലായിരിക്കും ഭൗതിക ശരീരം അടക്കം ചെയ്യുക. അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പാപ്പ നൽകിയിട്ടുണ്ട്. അതിനനുസൃതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വാർത്താക്കുറിപ്പിലൂടെ വത്തിക്കാൻ അറിയിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സോഷ്യൽ മീഡിയയും, അതായത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ തെറ്റായൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് വത്തിക്കാൻ നമ്മളെ വാർത്തകൾ അറിയിക്കുന്നു എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. വത്തിക്കാൻ സമയം നടക്കുന്ന മതസംസ്കാര ചടങ്ങുകൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും അതോടൊപ്പം തന്നെ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരും കർദിനാൾമാരും വൈദികരും ദൈവജനവുമെല്ലാം പങ്കെടുക്കുന്ന ഒരു പുണ്യമുഹൂർത്തമായി മാറുകയാണ് ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര ചടങ്ങുകൾ.